കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്ത സംഭവങ്ങളിലായി ഒമാനിൽ 5 കുട്ടികളാണ് മുങ്ങി മരിച്ചത്. ഇബ്രിയിൽ ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ് 7ഉം 11ഉം വയസ്സുള്ള 2 കുട്ടികൾ മരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ റോയൽ ഒമാൻ പോലീസ് തീരുമാനിച്ചത്. പ്രാദേശിക റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പോലീസിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ അഹമ്മദ് അൽ ഹാഷ്മിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദുരന്തങ്ങളുടെ കാരണം കണ്ടെത്താനും സമാനമായ സംഭവങ്ങൾ തടയാനുള്ള നടപടികൾ നിർദ്ദേശിക്കാനുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയത്. ഇതിനിടെ ഇന്നലെ കനത്ത മഴയ്ക്കിടെ അസൈബയിലുണ്ടായ ഇടിമിന്നലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വിശദീകരിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും നാശനഷ്ടമുണ്ടായതായി വ്യാജ പ്രചാരണം നടക്കുകയും ചെയ്തിരുന്നു. ഈ മാസം 8 മുതൽ രാജ്യത്ത് 2ാമത്തെ ന്യൂനമർദ്ദം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. മുസണ്ടം, വടക്കൻ ബാത്തിന, ബുറൈമി എന്നീ ഗവർണറേറ്റുകളിലാണ് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യത. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.